ഇപ്പോൾ മലയാളം സിനിമ ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ച്വലി പറയുക ഗോൾഡൻ ഏജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും ആൾക്കാർക്ക് അതൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ കുറവായിരിക്കും. കാരണം സിനിമയെ കുറിച്ചുള്ള സിനിമകൾ വന്ന് സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞു. ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള അങ്ങനെയൊന്നും ഐ എം കമ്മിങ് ടു സേവ് മലയാള സിനിമ എന്ന് പറഞ്ഞിട്ടാണ് നസ്ലിന്റെ ക്യാരക്ടർ വരുന്നത്. ഇപ്പൊ ആക്ച്വലി നോക്കുവാണെങ്കിൽ മലയാള സിനിമേനെ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഒന്നും ആവശ്യമില്ല. ഇപ്പൊ മലയാളം സിനിമ ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ച്വലി പറയുക ഗോൾഡൻ ഏജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാനിപ്പം മലയാളത്തിൽ സിനിമ എടുക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇറങ്ങുന്ന സിനിമകളെല്ലാം ഭയങ്കര ക്വാളിറ്റിയുള്ള സിനിമകളാണ്. ഇപ്പം ഞാൻ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്നു മലയാള സിനിമ ഇങ്ങനെയൊക്കെ എത്തണം എന്നൊക്കെ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ അതെത്തി. ഇപ്പം ആ സമയമാണ് ശരിക്കും നമ്മളിപ്പം വി ഷുഡ് ബി പ്രൗഡ് ഓഫ് വേ വി ആർ റൈറ്റ് നൗ ആസ് എൻ ഇൻഡസ്ട്രി. ഭയങ്കരമായിട്ടൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും ഇല്ല. ഇത് പഴയ കാലഘട്ടത്തിൽ വിനീത് മാധവൻ പറയുന്നില്ലേ. ഈ പടം പക്ഷേ മലയാളം സിനിമയ്ക്ക് ഒരു ഹേറ്റ് ലെറ്റർ ആണ്. അല്ല, അത് ഹേറ്റ് ലെറ്റർ ടു സിനിമ എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു അത് അനൗൺസ്മെന്റ് സമയത്ത്. അത് ജനറലി ഒന്നുമില്ല. ബേസിക്കലി എല്ലാ സിനിമകളെ കുറിച്ചുള്ള സിനിമകളും നമ്മൾ കാണുമ്പോഴൊക്കെ സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണല്ലോ. ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് സിനിമ എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഒരു ആംഗിളിലാണല്ലോ പ്രസന്റ് ചെയ്യുക. അത് മാറ്റി ഒന്ന് ഗ്രൗണ്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടൊന്ന് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് സിനിമയെ കുറിച്ചുള്ള സിനിമ എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് അത്രയ്ക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനത്തെ കുറേ പടങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അടക്കം കുറേ പടങ്ങൾ വന്നുകൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് സമയത്ത് മോളിവുഡ് ടൈംസിന് പടം വെറുതെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആൾക്കാർക്ക് അതൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ കുറവായിരിക്കും. കാരണം സിനിമയെ കുറിച്ചുള്ള സിനിമകൾ വന്ന് സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അപ്രോച്ച് എന്നുള്ളത് ഒന്ന് ക്ലിയർ ആക്കാമെന്ന് കരുതി ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഓപ്പോസിറ്റിലേക്ക് പോയതാണ്. അത്രയേ ഉള്ളൂ. ശരിക്കും നമ്മളൊരു ലെറ്റർ, ഒരു ഹേറ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ ലവ് ലെറ്റർ ആണെങ്കിൽ പ്രിയപ്പെട്ട ബാലുവിന് അങ്ങനെ പറയാലോ. ഹേറ്റ് ലെറ്റർ ആവുമ്പോ എങ്ങനെയാ പറയാ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആലോചിച്ചിട്ടില്ല, ആർക്കും എഴുതിയിട്ടില്ല. ഫിലിമിലെ ഇപ്പൊ ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ഒരു ഹാൻഡി ക്യാം കാലം കാണിക്കുന്നുണ്ട്, പിന്നെ ശ്യാമളൻ റെഫറൻസസ്. അപ്പൊ അതെല്ലാം വരുമ്പോ ഇപ്പൊ ഒരു 1 to 10 സ്കെയിലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സ്വന്തം ജീവിതമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട് മോളിവുഡ് ടൈംസ്? അല്ല, അത് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ടറിനെ കുറിച്ചുള്ള ജേർണി എന്ന് പറയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് വരും. പിന്നെ നമുക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം, എൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ അത് മാക്സിമം എൻ്റെ പേഴ്സണൽ എലമെൻറ്റ്സ് ഉള്ളോട്ട് കൊണ്ടുവരുമല്ലോ. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. പക്ഷെ കഥ ഫിക്ഷനാണ്. കഥ രാമുടെ കഥയാണ്, രാമു സിനിലാണ് ഇതിൻ്റെ റൈറ്റർ. അപ്പോൾ കഥ എന്ന് പറയുന്നത് ബേസിക്കലി ഫിക്ഷനാണ് ബേസിക്കലി. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ട്രെയിലറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നസ്ലിൻ ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതേപോലെ ബാക്കി കുറെ ഫേസസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. കുറെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പൊ അഭിനവ് എക്സ്പെക്ട് ചെയ്യുന്ന ഓക്കെ ഇന്നൊരാൾക്ക് കുറച്ച് കയ്യടി വീഴാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ല, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എല്ലാവരുടെ റോൾസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ സിനിമയ്ക്ക്. അപ്പം ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല. ഇവരെല്ലാവരും ആക്ച്വലി ഭയങ്കര സ്വീറ്റായിട്ട് പടം ചോദിച്ച സമയത്ത് അവർ ആക്സെപ്റ്റ് ചെയ്തു. കാരണം അവർക്കൊന്നും ഭയങ്കര പ്രോമിനൻറ്റ് റോൾസ് ഇല്ല. അവരിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന അവർക്ക് ബേസിക്കലി ഇപ്പോഴത്തെ ബാക്കിയുള്ള അവരുടെ പടങ്ങളിൽ കിട്ടുന്ന ഒരു ലെവൽ ഓഫ് റോൾസൊന്നും ഇതിലില്ല. റോളൊന്നും ഇതിലില്ല. ഭയങ്കര ചെറിയ റോൾസാണ് എല്ലാം നസ്ലിനാണ് പ്രോമിനൻസ് ഈ പടത്തിന്. അപ്പോൾ എന്നിട്ടും അവർ ആ ഒരു വിശ്വാസത്തിൻ്റെ മേലെ വന്ന് അഭിനയിച്ചു. അതന്നെ വലിയ കാര്യം. ചന്തുവിന്റെ ഒരു ഫ്രെയിം കാണിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമായിരുന്നു നോ കർമ്മ ദിസ് ഇസ് മൈ റൂൾസ് എന്ന് പറയുന്ന ഒരു സാധനം. അത് സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അതായത് മുകുന്ദനുണ്ണിയുടെ ആ ഒരു യൂണിവേഴ്സ് ആയിട്ട് ഹോളിവുഡ് ടൈംസിന് എന്തെങ്കിലും ഇല്ല. പിന്നെ എന്താണ് അത് അങ്ങനെ പടം കാണും. ഓക്കെ, കണക്ഷൻ ഉണ്ടായിരിക്കോ? ഒരു കണക്ഷനും ഇല്ല ആക്ച്വലി. അതും ഇതായിട്ട് ക്യാരക്ടേഴ്സോ കഥയോ അതൊന്നും കണക്റ്റഡ് അല്ല. അത് ഫിലോസഫി മാത്രം മേ ബി കണക്റ്റഡ് ആയിരിക്കാം. അതുണ്ടാവും. ഞാൻ ഡയറക്ടറിന്റെ അപ്പൊ അതിന്റെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ചെയ്തിട്ടുള്ള 2 സിനിമകളിലുള്ള 2 ക്യാരക്ടേഴ്സ്, ഇപ്പൊ മുകുന്ദനുണ്ണി ആൻഡ് വിനീത്. അപ്പൊ ഈ 2 പേര് തമ്മിലുള്ള ഒരു സാമ്യം എന്താ? രണ്ടുപേർക്കും ഭയങ്കര സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന 2 പേരാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും സാമ്യതയില്ല. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരു കണക്ഷനും ഇല്ല ക്യാരക്ടേഴ്സ് തമ്മിൽ. മുകുന്ദനുണ്ണി ഭയങ്കര ഒരു എമ്പത്തി ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ഇയാളൊരു സാധാരണക്കാരനാണ്. ഓക്കെ, അപ്പൊ ചെറുതായിട്ടാണെങ്കിലും ഇതിന് ഒരു പീരിയഡ് എലിമെന്റ് വരുന്നുണ്ടല്ലോ. 2000s തൊട്ട് ഇപ്പം നസ്ലിന്റെ നമ്മൾ കാണിച്ചിട്ടുള്ള മീശയുള്ള സ്റ്റിൽസൊക്കെ 2005 കാലഘട്ടമാണ്. നമ്മൾ ആ സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ബെൽ ബോട്ടം ജീൻസൊക്കെ ആ സമയം ട്രെൻഡായിരുന്നു. ഞാനൊക്കെ ഇട്ട് നടന്നിട്ടുണ്ട് ആ സമയത്ത്. അപ്പം ആ ഒരു ട്രെൻഡാണ് നമ്മൾ ആ സമയത്ത് ഈ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ വെച്ച് നടക്കുന്നത്. കോഴിക്കോടൊക്കെ അങ്ങനെയായിരുന്നു.
ഇവിടുത്തെ കൊച്ചി കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, കൊച്ചിയിലുണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത്. ഓക്കെ. അപ്പോൾ എന്താ പറയാ, ഈ പീരിയഡ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും സ്പെസിഫിക് ബ്രീഫ് ഉണ്ടായിരുന്നോ? കുറച്ച് എലമെന്റ്സ് എനിക്ക് വേണം, ചില പ്രോപ്പർട്ടി എനിക്ക് വേണമെന്നുണ്ടായിരുന്നു സ്പെസിഫിക് ആയിട്ട്. അതല്ല ഇപ്പം പ്രോപ്പർട്ടി, ഇപ്പം സോണി ഹാൻഡിക്യാം എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടി എനിക്ക് അതിനകത്ത് വേണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവരെന്നെ ക്രിയേറ്റ് ചെയ്തത്, ഞാനൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ട ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു എന്നല്ലാതെ ബാക്കിയൊക്കെ നല്ല വർക്കാണ് ആ ഡയറക്ടറിൻ്റെ. ആഷിഖ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി മുന്നേ ആലപ്പുഴ ജിംഖാനൊക്കെ പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. മുകുന്ദനുണ്ണി ആദ്യം നിവിൻ പോളിനെ മനസ്സിൽ കണ്ട് ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു. പിന്നീട് അത് വിനീത് ശ്രീനിവാസിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് മാറി. അപ്പൊ അതുപോലെ ഇത് നസ്ലിന്റെ മനസ്സിൽ കണ്ട് ചെയ്ത പടമാണ്, പുള്ളി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇൻ കേസ് നസ്ലിൻ അല്ലെങ്കിൽ വേറെ ആരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയി മാറുമായിരുന്നു? അത് ഞാൻ ആലോചിച്ചിട്ടില്ല ആക്ച്വലി. എന്താ വെച്ചാൽ ഇപ്പം വിനീതേട്ടനോട് ഇപ്പം സ്ക്രിപ്റ്റ് മാറ്റുമ്പോഴാണെങ്കിലും നമ്മൾ സ്ക്രിപ്റ്റ് മാറ്റിയത് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വിനീതേട്ടന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് അല്ല വിനീതേട്ടനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിവിനേട്ടൻ അവൈലബിൾ അല്ല എന്ന് മനസ്സിലായി അവസാനം വിനീതേട്ടൻ അഭിനയിക്കുന്നതെന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയ സമയത്ത് ഞാൻ എന്നിട്ട് വിമലിൻ്റെ കൂടെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് മൊത്തം വിനീതേട്ടനെ മനസ്സിൽ വെച്ച് മാറ്റി. അങ്ങനെയാണത് ഷൂട്ട് ചെയ്തത്. അപ്പം ഒരിക്കലും നിങ്ങൾക്ക് വിനീതേട്ടൻ്റെ ആ ഒരു വേർഷൻ അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത്, അത് വേറെയായിരുന്നു, കംപ്ലീറ്റ്ലി വേറെ സിനിമയായിരുന്നു അത്. ഓക്കെ. അപ്പൊ ഇപ്പൊ നസ്ലിനെ മനസ്സിൽ വെച്ചിട്ട് ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു പിക്ചർ ഉണ്ടായിരിക്കുമല്ലോ നസ്ലിനെ പറ്റി. അതിനുശേഷം ഇപ്പൊ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്ലസ് പോയിന്റ് കൊടുക്കാൻ തോന്നിയ എന്തെങ്കിലും കാര്യം? അല്ല, എനിക്ക് എല്ലാ രീതിയിലും പുള്ളി ഒരു ബെറ്ററായിട്ട് തോന്നി. ഞാൻ മനസ്സിൽ കണ്ടതിനായിട്ടും ബെറ്ററായിട്ട് തോന്നി. പുള്ളി ഭയങ്കര സിൻസിയറാണ്, ഡിസിപ്ലിൻഡ് ആണ്, ടൈമിന് വരും, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഷാർപ്പായിട്ട് നോട്ട് ചെയ്യും, പെർഫോമൻസ് വൈസ് ആണ്, എല്ലാ രീതിയിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഇപ്പം വെയിറ്റ് കൂട്ടാൻ പറഞ്ഞാൽ വെയിറ്റ് കൂട്ടും, വെയിറ്റ് കുറക്കാൻ പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കും. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി ഒക്കെയുള്ള എല്ലാ രീതിയിലും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഒരു ഡയറക്ടറിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ആക്ടേഴ്സ് ഉണ്ടാവില്ല, ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആക്ടർ, അങ്ങനെയാണ് നസ്ലിൻ.